വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കുറിക്കാവുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, കുട്ടികൾക്കൊക്കെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് വെള്ളക്കടലയാണ്. കടല ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്രയാണോ കടല എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ പാകത്തിനുള്ള ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും, 1/4 ടീസ്പൂണ് ഗരം മസാലയും, പിന്നെ 1 ടീസ്പൂണ് പെരിഞ്ചീരകവും. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് ആവരുത് കേട്ടോ. ഈ ഒരു മസാല ഒന്ന് സ്റ്റിക്കി ആയിട്ട് ഇതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ പാകത്തിലുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മസാല കുറവുണ്ടെങ്കിൽ നമുക്ക് കടലമാവോ അരിപ്പൊടിയോ ഒക്കെ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു കടല ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഓരോന്നായിട്ട് കടല ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇരുമ്പ് ചട്ടിയൊക്കെ ആകുമ്പോൾ എണ്ണ നല്ല ചൂടുണ്ടാവും, പെട്ടെന്ന് കരിഞ്ഞു പോവും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ സമയം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു അരിപ്പൊടിയും കടലമാവും കൂടെ ആ ഒരു മാവ് നല്ല ക്രിസ്പി ആയിട്ട് വരും. പിന്നെ ഉള്ളിലുള്ള കടല നമ്മൾ മറ്റേ മസാല കടലിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ക്രിസ്പി ആവില്ല കേട്ടോ, കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. എന്നാലും പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും. മുഴുവൻ വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഇതേ ഓയിലിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് ഈ ഒരു കടലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു മസാല കടലയാണ് കേട്ടോ ഇത്. പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ ഇത് കഴിക്കണം, അപ്പോഴേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ പാകത്തിന് ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.